BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പൊങ്കാല പൊങ്കാല ആയിരം മംഗമായി അമ്മയ്ക്കു നൽകും പൊങ്കാല 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 പൊങ്കാല. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലിരിക്കുമ്പോൾ മുന്നണികൾ തമ്മിൽ വാക്പോരും ആരോപണങ്ങളും ഉയർന്നു വരികയാണ്. ഇപ്പോഴിതാ BJPയുമായുള്ള ഡീലിനെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പുറമെ CPM-ഉം മുസ്ലിം ലീഗും തമ്മിൽ മറ്റൊരു ഡീൽ പോര് മലപ്പുറത്ത് അരങ്ങേറുന്നുണ്ടെന്നാണ് വിവരം. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ചൊല്ലിയാണ് ഈ തർക്കം. ജമാഅത്തെ ഇസ്ലാമിയെ തൃപ്തിപ്പെടുത്താനാണ് KM ഷാജിക്ക് PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാറുള്ള ഉറച്ച സീറ്റായ വേങ്ങര കൊടുത്തതെന്ന് പറഞ്ഞ CPM നേതാവ് AK ബാലനാണ് തർക്കത്തിന് തിരികൊളുത്തിയത്. പണ്ട് മുസ്ലിം ലീഗ് പ്രകടമായി തന്നെ ജമാഅത്തിനെതിരെ നിലപാടെടുത്തിരുന്നുവെന്ന് പറഞ്ഞ ബാലൻ ഇപ്പോൾ അവരോട് വിധേയത്വമാണെന്ന് തുറന്നടിച്ചു. കടുത്ത ഭാഷയിലായിരുന്നു KM ഷാജിയുടെ മറുപടി. ബാലൻ വക്കുപൊട്ടിയ കോടാലിയാണെന്നും രാഷ്ട്രീയം പറയാതെ ചർച്ചകളെ വഴിതിരിച്ചുവിടാനുള്ള ആളെയാണ് അദ്ദേഹത്തെ പിണറായി നിയോഗിച്ചതെന്നും കുറ്റപ്പെടുത്തി. ഒരു പടി കൂടി കടന്ന ഷാജി വേങ്ങര അങ്ങാടിയിൽ വെച്ച് SDPയെ കുറിച്ചും 4 മോശം വർത്തമാനം പറയാൻ ബാലനെ വെല്ലുവിളിച്ചു. നിലവിലെ LDF സ്വതന്ത്രൻ കഴിഞ്ഞ തവണ SDP പിന്തുണയോടെ മത്സരിച്ചെന്ന ആരോപണത്തിലൂടെയായിരുന്നു ഷാജിയുടെ ഒളിയമ്പ്. തിരഞ്ഞെടുപ്പായാൽ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ ഇറങ്ങി വരുന്നവരുടെ വാക്കുകളാണ് ബാലന്റേതെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആടിനെ പട്ടിയാക്കുന്ന പ്രചാരണ വേളയാണ് ബാലന്റേതെന്നും നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളം പറയുന്നത് അദ്ദേഹത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സ്വഭാവമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും തുറന്നടിച്ചു. അതിനിടെ മുതിർന്ന CPM നേതാവ് എളമരം കരീമും രംഗത്തിറങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണ് ലീഗെന്നും അവരുടെ ആശയത്തോട് യോജിച്ചു പോകുന്നത് കൊണ്ടാണ് ഡോക്ടർ MK മുനീറിന് സീറ്റ് നിഷേധിച്ചതെന്നുമായിരുന്നു ആരോപണം. ആരെങ്കിലും പറയുന്നതനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല ലീഗെന്നും ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ തന്നെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും മുനീർ തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകം ഒന്നുമില്ലാത്തത് കൊണ്ടാണ് CPM കഥകൾ മെനയുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജമാഅത്തിനെയും SDPയെയും ചൊല്ലി വാക്പോര് തുടങ്ങിയതോടെ ഈ സംഘടനകളുടെ നിലപാടും ചർച്ചയാകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പൊതുവിൽ UDFനെയാണ് പിന്തുണയ്ക്കുന്നത്. വെൽഫെയർ പാർട്ടി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. PDPയും SDPയും LDF അനുകൂല സമീപനത്തിലാണ്. SDP സംസ്ഥാനത്ത് 38 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ ഇതുവരെ ആർക്കും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതേസമയം BJPക്ക് ജയസാധ്യതയുള്ള മഞ്ചേശ്വരത്ത് PDP UDFനൊപ്പമാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച SDPയും UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയേക്കും. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.